യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി മോസ്കോയിൽ വന്നാൽ ചർച്ച നടത്താമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നു. എന്നാൽ പുടിൻ്റെ നിർദ്ദേശം സെലൻസ്കി തള്ളി. ചർച്ച മറ്റുള്ള രാജ്യങ്ങൾ വെച്ചാകാമെന്നാണ് സെലൻസ്കിയുടെ നിലപാട്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പി ജെയിംസ് വീണ്ടും ചേരുന്നു. പി വെൽക്കം ബാക്ക്. ഓക്കെ പി ഈ ഉത്തരാടത്തിന്റെ പ്ലാനിംഗ് ഒക്കെ ആയോ? അവിടെ കുറച്ചു നേരം നിന്നല്ലേ വെറുതെ? അതെ തീർച്ചയായിട്ടും. അപ്പൊ ഈ മുണ്ടും ജുബയും വേണമെങ്കിൽ ഒരെണ്ണം കടം തരാമായിരുന്നു. കോട്ടൊക്കെ ഒന്ന് ഊരി വെച്ച് പറയാം. ഈ കമ്മത്തൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ അതെ അതില് മമ്മൂട്ടി ധരിക്കുന്നൊരു വേഷമുണ്ട്, കോട്ടും താഴെ മുണ്ടും. അല്ല പി മുണ്ടാണോ ഉടുത്തിരിക്കുന്നത്? അതിന്റെ വേളി കോട്ടിട്ടേക്കുവാണോ എന്ന് പല പ്രേക്ഷകരും സംശയം പറയാറില്ല. പക്ഷെ അത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഉത്രാടത്തിന്റെ അന്ന് ഇവിടെ മുണ്ടെടുത്ത് വന്നില്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും? മുണ്ടയിലാണോ? അപ്പോ ഇന്നിപ്പോ മുണ്ടയിലാണോ നിൽക്കുന്നത്? മുണ്ടയിലാണ്. ഞാൻ വീട്ടിൽ മുണ്ട എടുക്കാറുള്ളത്. ഇവിടെ ഇപ്പൊ മുണ്ടയിൽ നിൽക്കുകയാണ്. അപ്പൊ നന്നായി. മുണ്ടുടുത്ത് കോട്ടിട്ട് വിദേശ വാർത്ത പറയുമ്പോ മോസ്കോയിലെ വാർത്ത എങ്ങനെ പറയും? മോസ്കോയിലെ വാർത്ത പറയുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റേ കോഴിയോട് അനുരഞ്ജന ചർച്ചയ്ക്ക് കുറുക്കൻ വിളിക്കുന്നെന്ന് പറഞ്ഞ പോലെയുള്ളൊരു അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്ളാഡിമിർ സെലൻസ്കിയാണ് യുദ്ധം തുടങ്ങിയ 2 ദിവസത്തിനുള്ളിൽ ബോംബിട്ട് കൊല്ലാൻ പ്ലാൻ ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വലിയ രീതിയിലുള്ള ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും അയച്ചത്. യുദ്ധവിമാനങ്ങൾ ഉക്രൈൻ തലസ്ഥാനമായ കീവിലെത്തി അവിടുത്തെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ബോംബിട്ടു. അവിടെ നിന്ന് സെലൻസ്കിയും ഭാര്യയും 2 മക്കളും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പലതവണ ഈ സെലൻസ്കിയെ വധിക്കാൻ റഷ്യ ശ്രമം നടത്തിയതാണ്. അതേ സെലൻസ്കിയാണ് മോസ്കോയിലേക്ക് വിളിക്കുന്നത്. നമ്മൾ അലക്സി നവൽനിയെ മറന്നിട്ടില്ല. അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചുകൊണ്ടുവന്ന് വിഷം കുത്തിവെച്ച് കൊല്ലാൻ നോക്കി, പിന്നീട് ജയിലിലടച്ചു. പിന്നെ അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അതുകൊണ്ട് റഷ്യയിൽ പോകാമെന്ന് പറഞ്ഞാൽ മരണം ഏറ്റുവാങ്ങുക എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ സെലൻസ്കിക്ക് അപകടം മനസ്സിലായി. വ്ളാഡിമിർ പുടിൻ വിളിക്കുന്നു മോസ്കോയിലേക്ക് ചർച്ചയിലേക്ക്. ഉടനെ തന്നെ അവരുടെ പ്രതികരണം വന്നു, ഞങ്ങൾ മോസ്കോയിലേക്ക് വരില്ല. പകരം 7 രാജ്യങ്ങൾ അവർ പറഞ്ഞു. 7 രാജ്യങ്ങളും സമ്മതിച്ച് നിൽക്കുകയാണ്. ഓസ്ട്രിയയുണ്ട്, സ്വിറ്റ്സർലൻഡ്, വത്തിക്കാനുണ്ട്, തുർക്കിയുണ്ട്, 3 ഗൾഫ് രാജ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു UAEയും സൗദിയൊക്കെ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ. അവിടെ എവിടെ വേണമെങ്കിലും ചർച്ച നടത്താം, ഞാൻ വരാം എന്ന് സെലൻസ്കി പറയുന്നു. പുടിന് നടക്കാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ട്രംപിന് ഇത് വലിയ തിരിച്ചടിയാണ്. ട്രംപ് ഇപ്പോൾ ഭീഷണിയുമായിട്ട് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ട്രംപ് അലാസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ പുടിൻ സമ്മതിച്ചതാണ് സെലൻസ്കിയുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കാം. ഈ രീതിയിൽ ചർച്ച നടത്തുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ പുടിന് സന്തോഷകരമല്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുമെന്ന് ട്രംപ് ഈ മണിക്കൂറുകളിൽ ഭീഷണി മുഴക്കിയിരിക്കുന്നു. എന്തായാലും ട്രംപിൻ്റെ വലിയ കൊട്ടിഘോഷിച്ച അലാസ്കയിലെ ഉച്ചകോടി ഏതാണ്ട് തകർന്ന മട്ടാണ്. പുടിൻ ഒന്നിനും വഴങ്ങുന്നില്ല. പുടിൻ പറയുന്നത്, ഞാൻ പറയുന്ന ടേംസിൽ കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ മിലിറ്ററി ഗോൾസ്, ഞങ്ങൾ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ നേടാൻ ഞങ്ങൾക്കറിയാം, വേണ്ടി വന്നാൽ ഉക്രൈനെ തന്നെ പൂർണ്ണമായി പിടിച്ചടക്കുമെന്നുള്ള തരത്തിലുള്ള ഭീഷണിയാണ് പുടിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇത് മാത്രമല്ല, പുടിൻ വലിയ സന്തോഷത്തിലുമാണ്. ചൈനയിൽ പോയി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൈകൊടുത്ത് 20 രാഷ്ട്രങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്നലെ നാഷണൽ തരത്തിൽ പരേഡാണ് ചൈനയിൽ നടന്നത്. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് എന്നറിയാം ട്രംപിനെ വെല്ലുവിളിച്ച് നിൽക്കുകയാണ് ഒരു തരത്തിൽ പുടിൻ. അതുകൊണ്ട് പുടിൻ പിന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം രൂക്ഷമാവുകയാണ്. 2ഇടത്തും ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണങ്ങളും നടക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ദിനേശ് ഹരിപ്പാട് പരിചയമുണ്ടോ? ദിനേശ് ഹരിപ്പാട് എന്തെങ്കിലും നമുക്ക് അനുകൂലമായി മുൻജന്മ സുഹൃത്ത് ഉള്ളതുപോലെ ഒരു കമന്റ് അയച്ചിട്ടുണ്ട്. എന്താണ്? ഉത്തരാടം നാളിലെങ്കിലും ജെയിംസ് അച്ചാന്റെ തള്ളിനൊരു കുറവ് വരുമെന്ന് വിചാരിച്ചു. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണ്, മാവേലി പോലും ഓടി പാതാളത്തിലേക്ക് മറയുമെന്നാണ്. ഞാൻ പറഞ്ഞ ഈ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഹരിപ്പാട് ദിനേശ് തെളിയിച്ചാൽ ഞാൻ ഈ പണി അവസാനിപ്പിച്ചു പോവാം. ദിനേശ് ഹരിപ്പാട് ഒരു പട്ടാളക്കാരനാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പട്ടാളക്കാരനാണോ എന്നാണ് അവകാശപ്പെടുന്നത്, നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും പി ജെയിംസ് ഇനി നമുക്ക് കാണാം. താങ്കൾ ഓണമൊക്കെ ആഘോഷിക്കുക, നാളെ തിരുവോണം പൊളിക്കണം നമുക്ക് കേട്ടോ. തീർച്ചയായിട്ടും. താങ്ക് യു.